പുതിന ചമ്മന്തി ഉണ്ടാക്കാം. അയ്യോ മോളെ, അതമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മ ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇതാ ഞാൻ പറയുന്നേ, എല്ലാ കാര്യവും അറിയാം. ആചാരങ്ങൾ അറിയാം, അനുഷ്ഠാനങ്ങൾ അറിയാം, ഭക്തിയുണ്ട്. എന്നിട്ട് എവിടെയാ ഈശ്വര എന്റെ കുട്ടിക്ക് എവിടെയാ തെറ്റുപറ്റി പോണേ? മതി മതി, ഇനി ഈ കൊച്ചിന് ഒരു തെറ്റും പറ്റില്ല. അടുക്കള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. അയ്യോ, എന്തു പറ്റി മോളെ? എന്താ? എന്താന്നറിയില്ല, പെട്ടെന്ന് എന്തോ ഒരു... ഇതാ ഞാൻ പറഞ്ഞത്, അസുഖം പൂർണ്ണമായിട്ട് മാറാതെ ഇപ്പൊ വന്ന് അടുക്കള കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ അമ്മേ, അതൊന്നും അല്ല. മിണ്ടരുത്. ദേ നീ ഇങ്ങോട്ട് വന്നേ. വാ, ഇവിടെ വന്നിരിക്കെ. അടങ്ങി ഒതുങ്ങി ദേ ഇരിക്കവിടെ. ബാക്കി ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. പറഞ്ഞാ കേക്കാതെ രാവിലെ വന്ന് അടുക്കള കയറിക്കോളൂ. നമുക്കേ എന്തേലും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. അമ്മേ, എന്റെ കുട്ടിക്ക് പൂർണ്ണമായി സുഖമായിന്ന് ബോധ്യം വന്നോട്ടെ. അപ്പൊ എല്ലാ പണിയും ഞാൻ ഏൽപ്പിച്ചു തന്നേക്കാം. പോരെ? ആയിക്കോട്ടെ. എനിക്ക് സുഖാവുമ്പോ വിശേഷം അന്വേഷിക്കാനെന്നും പറഞ്ഞിട്ട് അമ്മ അടുക്കളയിലേക്ക് വരുമല്ലോ. അപ്പൊ എന്നെ പിടിച്ചിരുത്തിയതുപോലെ ഞാൻ അമ്മയും പിടിച്ചിരുത്തു. അത് കൊള്ളാം. അതെ, കുറച്ചു നേരം പോയി കിടക്കണോ? ക്ഷീണം മാറാൻ വേണ്ടിട്ട്. ആ ദോശയുടെ മണടിച്ചപ്പോ ഓക്കാനം വന്നു എന്നുള്ളത് സത്യം. ഇനി അത് പറഞ്ഞിട്ട് എന്നെ വെറുപ്പിക്കല്ലേ. എന്റെ മോക്ക് സുഖല്ല, എന്റെ മോള് റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി നവീനും കേട്ടാലേ പിന്നീന്ന് മാറില്ല. എന്റെ ഈശ്വര, ഈ സന്തോഷം എന്നെന്നും നിലനിർത്തി തന്നാ മതി. ആ ഈശ്വരനോടല്ല, ഇവിടെ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. അമ്മേ, ചേച്ചി എനിക്കൊരു ചായ വേണം. യെസ് മാഡം. മമ്മി, കളരിക്കൽ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. മമ്മി വിളിക്കണം. നവീനെ വിളിച്ച് സംസാരിക്കണം. ആ മുത്തശ്ശിയോട് സംസാരിക്കണം, അച്ഛനോടും അമ്മയോടും സംസാരിക്കണം. മോളെ, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാം. അയ്യോ, വൈകിയാലൊന്നും ശരിയാവില്ല മമ്മി. മമ്മി ഇപ്പൊ തന്നെ വിളിക്ക്. ഗാഥ, ആദ്യം നീ നിന്റെ ഈ നിർബന്ധ ബുദ്ധി ഒന്ന് അവസാനിപ്പിക്കേ. പെട്ടെന്ന് എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നീ എന്നെ കൂടി പ്രതിസന്ധിയിലാക്കുക. മമ്മിയോടല്ലാതെ വേറെ ആരോടാ ഞാനിതൊക്കെ പറയാ? എന്നിട്ട് എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? മോളെ, നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. അതുണ്ടാക്കിയ പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ കടന്നു കയറിയതാ. പക്ഷെ ഇപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ നീയായിട്ട് ഉണ്ടാക്കി വെക്കുക. മമ്മിക്ക് ഇപ്പൊ വിളിക്കാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ഗാഥ മാഡം, സാധാരണ കാര്യം പോലെ പെട്ടെന്നങ്ങ് വിളിക്കാൻ പറ്റില്ലല്ലോ. മാമിന് കുറച്ച് സമയം കൊടുക്ക്. എല്ലാം മാം ശരിയാക്കി തരും.